Okay, trigonometric Fourier series. Trigonometric Fourier series എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു representation of Fourier series-ൽ three types ഉണ്ട്. First one, trigonometric Fourier series ആണ്. Trigonometric Fourier series, any signal x of t can be represented as a0 plus summation n is equal to 1 to infinity an cos n omega t plus summation n is equal to 1 to infinity bn sin n omega t. Okay, this is the trigonometric Fourier series representation. That is x of t എന്ന് പറയുന്ന ഏതൊരു സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. where the a0, an and bn are Fourier coefficients. Okay, a0, an, bn എന്ന് പറയുന്നത് Fourier coefficients ആണ്. Fourier coefficients ആണ്. Okay, where a0 is given by 1 by t0 integral 0 to t0 f of t x of t dt. Okay, and an is equal to 2 by t0 integral 0 to t0 x of t. an ന്റെ കൂട്ടത്തിൽ ഇവിടെ ഏതാ ഉള്ളത്? cos ആണ്. so x of t into cos n omega t dt. and bn is equal to 2 by t0 integral 0 to t0 x of t sin n omega t dt. Okay, so ഇതാണ് a0യും a-നും b-നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഓക്കെ ആണല്ലോ. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് a0 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos n omega t bn sin n omega t. ഓക്കെ, ഇനി എ എനും ബി എൻ്റെ സിഗ്നിഫിക്കൻസ് ഫോർ റെപ്രസെൻറ്റിങ്. സോ എന്തിനാണ് Fourier series ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ? ആൻഡ് വി ഹാവ് ഫ്രീക്വൻസി ഡൊമെയിൻ എന്ന് പറയുമ്പോൾ വി ഹാവ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ആൻഡ് ഫേസ് സ്പെക്ട്രം. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ സി എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ സ്ക്വയർ ആൻഡ് ഫേസ് phi n is given by tan inverse bn by an. Okay, so magnitude spectrum എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം സി എൻ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് സി എൻ വേഴ്സസ് എൻ ഒമേഗയാണ്. ഓക്കെ, ആൻഡ് ഫേസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഫൈ എൻ വേഴ്സസ് എൻ ഒമേഗ. ഓക്കെ, സോ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡും ഫേസും കണ്ടുപിടിക്കുന്നത് ഫ്രം ദ Fourier കോഎഫിഷ്യൻസ്. സി എൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ ബൈ ബി എൻ സ്ക്വയർ. പിന്നെ ഇതിനകത്ത് വേറൊരു ഇതെന്ന് പറയുന്നത് ഡി സി ഓർ ആവറേജ് വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് കൊസൈൻ ടേം ആണ്. ഇതെന്ന് പറയുന്നത് സൈൻ ടേം ആണ്. ഓക്കെ, സോ ഡി സി ഓർ ആവറേജ് വാല്യൂ കൊസൈൻ ടേം പ്ലസ് സൈൻ ടേം ആയിരിക്കും നമ്മൾ എക്സ് ഓഫ് ടീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി b0 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഇല്ല. ആസ് സൈൻ 0 ഇസ് 0. സൈൻ 0 ആയതുകൊണ്ട് b0 എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. ബട്ട് cos 0 ഈസ് 1. ദെയർഫോർ a0 എന്ന് പറയുന്ന ഒരു ടേം നമുക്കുണ്ട്, വിച്ച് വി ഷുഡ് ഇൻ്റഗ്രേറ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി. അത് ആവറേജ് അല്ലെങ്കിൽ ഡി സി വാല്യൂ ആയിരിക്കും തരുന്നത്. ഓക്കെ, സോ a0 ഇങ്ങനെ കണ്ടുപിടിക്കുക, an ഇങ്ങനെ കണ്ടുപിടിക്കുക, bn ഇങ്ങനെ കണ്ടുപിടിക്കുക ആൻഡ് റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, if an is greater than bn, ഒരു പർട്ടിക്കുലർ ഹാർമോണിക് for second harmonic a2 is greater than b2 ആണെങ്കിൽ we can say that the signal in the second harmonic is more cosine. ഓക്കെ, സിഗ്നൽ മോർ കൊസൈൻ ആണ്. ഇനി an is greater than bn ആണെങ്കിൽ മോർ സിഗ്നൽ മോർ കൊസൈൻ വേവിനോടായിരിക്കും സിമിലാരിറ്റി ഉള്ളത്. ഇഫ് bn ഈസ് ഗ്രേറ്റർ ദാൻ an ദെൻ മോർ സൈനുസോയിഡ് ടൈപ്പ് ഓഫ് വേവ് ഫോം ആയിരിക്കും എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ട്രിഗ്നോമെട്രിക് Fourier സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രിഗ്നോമെട്രിക് Fourier സീരീസ് എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഇതാണ്. ആൻഡ് now we can see some typical problems based on
trigonometric Fourier series.